NSTVയുടെ എല്ലാ പ്രേക്ഷകർക്കും തോമസ് ലീഹായും ഭാരത പ്രേക്ഷിതത്വവും എന്ന ഒരു പുതിയ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ജൂലൈ 3 സീറോ മലബാർ സഭ പ്രസിദ്ധീകരിച്ച അപ്പോസ്തലേറ്റ് ഓഫ് സെൻറ് തോമസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ മുഖ്യ രചയിതാവും കോതമംഗലം രൂപതയുടെ മുഖ്യ വികാരി ജനറാളുമായ ഫാദർ പയസ് മലേക്കണ്ടത്തിൽ അച്ഛനാണ് മാർത്തോമാ ശ്ലീഹായുടെ ഭാരത പ്രവേശനത്തെക്കുറിച്ചും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദീകരിച്ച് തരുന്നത്. അച്ഛ, സ്വാഗതം. ഒരു പുരോഹിതനാണെന്നിരിക്കെ തന്നെ ചരിത്ര വഴികളിലേക്ക് അച്ഛൻ എത്തിച്ചേരാനിടയായ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടെങ്കിൽ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുന്നത് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ MPhil PhD ഞാൻ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്ന് പ്രൊഫസർ KS മാത്യു എന്ന ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റാണ്. അദ്ദേഹമൊക്കെ സഹായിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഞാൻ പോർച്ചുഗലിൽ റിസർച്ചിന് പോയി. പോർച്ചുഗലിൽ പോർട്ടുഗീസ് ഭാഷ പഠിച്ചു, കാലിഗ്രഫി പഠിച്ചു. പോർട്ടുഗീസ് ഭാഷ പഠിച്ച് ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ നെറ്റ് പാസ്സായതുകൊണ്ട് പാലാ സെൻറ് തോമസ് കോളേജ് ഞാൻ പഠിപ്പിക്കാൻ കയറി. അതിനിടയിൽ ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചിരുന്നു. ജർമ്മൻ ഗവൺമെൻറ് സ്കോളർഷിപ്പ് കിട്ടി. ഞാൻ ജർമ്മനിക്ക് പോയി PhD തീർത്തു. പിന്നെ ജർമ്മൻ ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ പോസ്റ്റ് ഡോക്ടറേറ്റും തീർത്തു. അങ്ങനെ ഹിസ്റ്ററി ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റും റിസർച്ചായി മാറി. അതിനുശേഷം ഞാൻ ഗോവ യൂണിവേഴ്സിറ്റി റീഡറായിട്ട് 1999 2000 ഞാൻ പോവുകയാണ്. റീഡറായി 3.5 വർഷത്തെ സേവനം അനുഷ്ഠിച്ചു. പിന്നെ കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ റീഡറായി സേവനം അനുഷ്ഠിച്ചു 3.5 വർഷം. അങ്ങനെ ഇരിക്കുകയാണ് JNUവിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ മാരിടൈം ഹിസ്റ്ററി, അർബനിറ്റി എന്നീ വിഷയങ്ങളിലൊക്കെയുള്ള റിസർച്ചേഴ്സിനെയും പ്രഗത്ഭരെയും അന്വേഷിക്കുന്നുണ്ടെന്ന് അവരറിയിച്ച് ഞാൻ അപേക്ഷിക്കുന്നത്. 2006 ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായി ഞാൻ ജോയിൻ ചെയ്യുകയാണ്. 15 വർഷം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ചരിത്രത്തിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച് 2021 VRS എടുത്ത് വന്നത്. ഈ കാലഘട്ടങ്ങളിലെല്ലാം എൻ്റെ പ്രധാനപ്പെട്ട ഗവേഷണ വിഷയം എന്ന് പറയുന്നത് സമുദ്ര വാണിജ്യ ബന്ധങ്ങളും സമുദ്ര യാത്രകളും സാമ്പത്തിക ചരിത്രവും നാഗരികതയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പല യൂണിവേഴ്സിറ്റികൾ നമ്മൾ പഠിപ്പിച്ച ഘട്ടത്തിൽ മാർത്തോമ ക്രൈസ്തവരെക്കുറിച്ച്, സഭയുടെ ഈ കമ്മ്യൂണിറ്റിയുടെ തുടക്കത്തെക്കുറിച്ച് പല ഘട്ടങ്ങളിലും ചരിത്ര പ്രബന്ധങ്ങൾ അവതരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് സഭയോട് ബന്ധപ്പെട്ട മാർത്തോമാ ശ്ലീഹായുടെ പ്രേക്ഷിത യാത്രയോട് ബന്ധപ്പെട്ട ഗവേഷണത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. ഇനി ആദ്യം ഞാൻ ഈ പ്രബന്ധം അവതരിപ്പിക്കുന്ന പോർച്ചുഗലിലാണ്. ഗവേഷണം നടത്തിയ ഘട്ടത്തിൽ തോമസ് ലീഹ ഇന്ത്യയിൽ വന്നു എന്ന് പറയുന്നത് സത്യമാണോ എന്ന് പോർട്ടുഗീസ് സ്കോളേഴ്സിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. അത് 91-92 പിന്നീട് 96-97 ഞാൻ ജർമ്മനിയിലായിരിക്കുമ്പോൾ ഇതേ ചോദ്യങ്ങൾ ജർമ്മൻ അക്കാഡമിയിൽ നിന്ന് ഉയരുകയുണ്ട്. അപ്പോൾ അവർക്ക് ഉത്തരം പറഞ്ഞുള്ള ഒരു അവതരണങ്ങളാണ് ആദ്യകാല എൻ്റെ ഗവേഷണ പ്രബന്ധങ്ങളെല്ലാം ഉണ്ടായത്. അങ്ങനെ അപ്പം എൻ്റെ വിഷയം, ചരിത്ര വിഷയവും ഗവേഷണ വിഷയം എല്ലാം സെക്കുലർ ഹിസ്റ്ററിയാണ്, ട്രേഡ് ഹിസ്റ്ററിയാണ്, മാരിടൈം ഹിസ്റ്ററിയാണ്, ഇൻ്റർനാഷണൽ സ്റ്റഡീസ്, റിലീജിയൻ സൊസൈറ്റി, ഈ വിഷയങ്ങളൊക്കെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ സാഹചര്യങ്ങൾ എൻ്റെ മുന്നിൽ ഉയർത്തിയ ചില ചോദ്യങ്ങളും ചില ആവശ്യതകളും വെച്ച് ഞാൻ ഈ മാർത്തോമ ക്രൈസ്തവരുടെ ഇന്നലകളെക്കുറിച്ചുള്ള ഗവേഷണം നടത്താനായിട്ട് ശ്രമിക്കേണ്ടി വന്നു. അങ്ങനെ ഉത്തരം കൊടുത്ത് വന്ന പ്രക്രിയയിടയിലാണ് ഈ തോമസ് ലീഹയുടെ പ്രേക്ഷിത പ്രവർത്തനം, പ്രേക്ഷിത യാത്ര എന്നീ മേഖലയിലേക്കുള്ള എൻ്റെ ശ്രദ്ധ തിരിയുന്നതും പിന്നെ ആ മേഖലയിൽ ധാരാളം കൃതികൾ എഴുതുന്ന അവസ്ഥയുണ്ടായത്. അപ്പോൾ അച്ഛൻ്റെ ചരിത്രത്തിലുള്ള താല്പര്യവും പഠനവും അച്ഛനെ ഈ വലിയ ഗവേഷണത്തിലേക്ക് എത്തിച്ചു എന്ന് പറയാം. മാത്രമല്ല, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോലെ അതിപ്രശസ്തമായൊരു യൂണിവേഴ്സിറ്റിയിൽ ദീർഘകാല അധ്യാപകനായിരിക്കാൻ സാധിക്കുക, അതും നമ്മുടെ ഒരു ക്രൈസ്തവ സാന്നിധ്യം, ശ്രദ്ധേയമായ സാന്നിധ്യം ഉണ്ടാക്കാൻ അച്ഛന് കഴിഞ്ഞു എന്നത് നമ്മുടെ സഭയ്ക്ക് തീർത്തും അഭിനന്ദനാർഹമാണ്. അപ്പോൾ തോമസ് ലീഹയുടെ വരവിനെക്കുറിച്ച് ആളുകളുടെ ഇടയിൽ പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. തോമസ് ലീഹ കേരളത്തിൽ വന്നിരുന്നു എന്നും വന്നില്ല എന്നും പലരും പറയുന്നു.
അതിനെക്കുറിച്ച് അച്ഛൻ്റെ ഗവേഷണത്തിൽ നിന്ന് ഉരുവായ ചില ചരിത്രമായ തെളിവുകൾ ഉണ്ടായിരിക്കുമല്ലോ, ചരിത്രപരമായ. അച്ഛനൊന്ന് പങ്കുവയ്ക്കാമോ? ഇത് ഏകദേശം 23 വർഷം മുന്നം ഈ ഒരു ചോദ്യം ഉയർന്ന ഘട്ടമുണ്ടായി. അത് 2001, 2002 തോമസ് ലീഗ ഭാരതത്തിൽ വന്നിട്ടില്ല എന്ന് ശക്തമായിട്ട് ആ കാലഘട്ടം ചില ചരിത്രകാരന്മാർ പറയുകയുണ്ടായി. അന്ന് സീറോ മലബാർ സഭയുടെ സിനഡ് അംഗങ്ങളും ബിഷപ്പ്മാരൊക്കെ വന്നിട്ടുണ്ടോ വന്നിട്ടില്ലയോ എന്നൊരു ഉത്തരം നൽകണം എന്ന് പറഞ്ഞൊരു സിമ്പോസിയം കാക്കനാട് മൗണ്ട് സെൻറ്റ് തോമസിൽ LRCയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ നടത്തുകയുണ്ടായി. അന്ന് അഭിനയ പിതാക്കന്മാർ എന്നോട് അതിനെക്കുറിച്ച് പഠിച്ച് പ്രബന്ധം അവതരിപ്പിക്കാൻ പറയുകയുണ്ടായി. അപ്പോൾ ഈ ജർമ്മനിയിലും പോർച്ചുഗലിലൊക്കെ കിട്ടാവുന്ന രേഖകൾ വെച്ച് മുമ്പ് അവതരിപ്പിച്ച ആ ഒരു അറിവിന്മേൽ, അതിൻ്റെ അടിസ്ഥാനത്തിന്മേലാണ് മൗണ്ട് സെൻറ്റ് തോമസ് വെച്ച് 2001 ആ പേപ്പർ അവതരിപ്പിക്കുന്നത്. അത് പിന്നീട് ബോസ്കോ പിതാവ് എഡിറ്റ് ചെയ്ത വോളിയത്തിനകത്ത് അത് ആർട്ടിക്കിളായി വരികയുണ്ടായി. പിന്നെ അടുത്ത കാലത്ത് തോമസ് ലീഗ വന്നില്ല എന്ന് ചില ഭാഗങ്ങളിൽ നിന്ന് വീണ്ടും ചില സംശയങ്ങൾ വന്നപ്പോൾ സഭ ഒരു നിലപാടെടുക്കണം, ചരിത്രകാരന്മാർ എന്താണ് അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് അഭിമന്യ കർദിനാൾമാർ ആലഞ്ചേരി പിതാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പഠിക്കണം, വന്നിട്ടുണ്ടെന്ന് പറയണം, വന്നിട്ടില്ലെന്ന് പറയണം. ഒരു അസന്നിഗ്ധാവസ്ഥയിൽ നിലനിർത്തുന്നത് ശരിയല്ല, സത്യം പറയാനായിട്ട് ചരിത്രകാരന്മാർക്ക് ബാധ്യതയുണ്ട് എന്ന് അഭിമന്യ പിതാവ് ചരിത്രകാരന്മാരെല്ലാം വിളിച്ചിട്ട് ഞങ്ങളോട് ആവശ്യപ്പെടുകയുണ്ട്. അപ്പോൾ ഞാൻ നിരന്തരമായ ഒരു അന്വേഷണ പരമ്പരയിലേക്ക് അത് വഴിതെളിക്കുകയുണ്ടായി. അപ്പോൾ കുറേ ചരിത്രകാരന്മാർ, പ്രൊഫസർ KS മാത്യു ഉണ്ട്, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആയിരുന്നു. എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹം പേര് ജെയിംസ് കുര്യലങ്കാട്ടച്ചൻ, പിന്നെ ജെന്നി പീറ്റർ UC കോളേജിൽ അധ്യാപികയാണ്. ഞങ്ങൾ എഡിറ്റേഴ്സായി വെച്ചുകൊണ്ട് പിന്നെ ഒരു 10-14 സ്കോളേഴ്സിനും കൂടെ കൂട്ടി ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചുമതലപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ 4-5 വർഷം നടത്തിയ നിരന്തരമായ ഒരു അന്വേഷണം, ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് അപ്പോസ്റ്റലേറ്റ് ഓഫ് സെൻറ്റ് തോമസ് ഇൻ ഇന്ത്യ എന്ന പേരിൽ പ്രൈമസ് ബുക്സ് ഡൽഹിയിൽ നിന്ന് അവർ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 600-700 പേജുള്ള ഒരു പുസ്തകമാണ് 2024 പബ്ലിഷ് ചെയ്ത്. ശരി തന്നെ. അതിന് പ്രധാനമായിട്ടും തോമസ് ലീഗ വന്നതിൻ്റെ തെളിവുകളാണ് വിശകലനം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി വന്നിട്ടുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ നമ്മൾ സ്ഥാപിക്കുന്നത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് വിഷ്വൽ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളൊക്കെ കുറച്ച് കാലം നിൽക്കുകയുള്ളൂ, അത് കഴിയുമ്പോൾ അപ്രത്യക്ഷമാകും. കുറേ വർഷം കഴിയുമ്പോൾ ആ ആൾ എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു, എന്തൊക്കെ പ്രവർത്തിച്ചു എന്നൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ തോമസ് ലീഗയും ഒരു ചരിത്ര പുരുഷനായിരുന്നു. അദ്ദേഹം ഭാരതത്തിൽ വന്നതിന് ചരിത്രരേഖകളുണ്ടോ എന്ന് നിശ്ചയിക്കാൻ തെളിവുകൾ ആവശ്യമാണ്. അപ്പോൾ ആ തെളിവുകൾ തേടിയുള്ള യാത്രയാണ് ഞങ്ങൾ 4-5 വർഷം നടത്തിയതും ഇങ്ങനെ വോളി ഇറക്കാൻ കാരണമായതും. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചത് തോമസ് ലീഗ വന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് 50 ലക്ഷം പേര് വരുന്ന നസാണി ക്രൈസ്തവരെല്ലാം മാർത്തോമ ക്രൈസ്തവരെന്ന് വിളിക്കുന്നത്? അവിടെയാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ മാർത്തോമ ക്രൈസ്തവരെന്ന് വിളിക്കപ്പെടാൻ എന്താണ് കാരണം? എന്തുകൊണ്ട് സംശയം? പത്രോസ് ക്രിസ്ത്യാനികളിൽ നിന്ന് പറയാത്തേ, അല്ലെങ്കിൽ പൗലോസിന് ക്രിസ്ത്യാനികളിൽ നിന്ന് പറയാത്തേ? അപ്പോൾ 50 ലക്ഷം പേരും മാർത്തോമ ക്രൈസ്തവരാണ് തങ്ങളെന്ന് പറയുന്നു. അവിടെ പൂർവികർ തോമസ് ലീഗയിൽ മാമോസം മുങ്ങിയതാണെന്ന് പറയുന്നു. അപ്പോൾ അതിനകത്ത് സത്യത്തിൻ്റെ അംശം ഇല്ലേ? ഞങ്ങൾ അവിടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ സത്യത്തിൻ്റെ അംശം അവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ട്. മറ്റൊരു അപ്പോസ്തലൻ്റെ പേര് പറയുന്നില്ല. തെറ്റാണെങ്കിൽ പലർക്കും പല അപ്പോസ്തലന്മാരുടെ പേര് പറയാം. സാധാരണഗതിയിൽ ഒരു ഫാസിസ്റ്റ് റെജിമിൻ്റെ കീഴിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കും. ആ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആൾ നിശ്ചയിക്കും ഇതായിരിക്കും സത്യം, അത് അങ്ങനെ ഭരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ സത്യമായിട്ട് മനസ്സിലാക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒന്നും ഈ സമുദായത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ? തോമസ് ലീഗ എന്ന് മാത്രമേ ഞങ്ങളുടെ വിശ്വാസത്തിന് തുടക്കക്കാരനായിട്ട് പറയാവുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതാണ് ഞങ്ങൾ തേടിപ്പോയത്. ഒരു വശം അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് റെജീമോ ഒരു സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സോ ഒരു ഹോമജനൈസേഷൻ പ്രോസസ്സൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏത് മുക്കിലും മൂലയിൽപ്പെട്ടവരും അവർ പറയണേ ഞങ്ങൾ മാർത്തോമ ക്രൈസ്തവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു സത്യത്തിൻ്റെ അംശമില്ലേ? അപ്പോൾ ഈ ഘട്ടത്തിൽ ഞങ്ങളെ സഹായിച്ചത്
പ്രസിദ്ധനായ 2 ചരിത്രകാരന്മാരാണ്. ഒന്ന് മാർക്ക് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ചരിത്രകാരനുണ്ട്. അദ്ദേഹം അനൽ സ്കൂൾ എന്ന് പറഞ്ഞ് ഫ്രഞ്ച് ചരിത്ര ലിഖിത പാരമ്പര്യത്തിൽ വലിയൊരു സംഭാവന ചെയ്ത ചരിത്രകാരനാണ്. അത് 20-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് വില്ലേജുകളെ പഠിച്ചിട്ടാണ് അദ്ദേഹം 12-ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിലെ ഗ്രാമങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്തത്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിലെ രേഖകൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകുന്ന ചരിത്ര ഉറവിടങ്ങളും കൂടിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പഠനം വ്യക്തമാക്കുകയുണ്ടായി. അദ്ദേഹത്തിന് D.D. കൊസാംബി ഒരു മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം 20-ാം നൂറ്റാണ്ടിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് പ്രാചീന ഇന്ത്യയെക്കുറിച്ചുള്ള ഗ്രാമജീവിതം, സാംസ്കാരിക ജീവിതം, അവരുടെ പൈതൃകങ്ങളും പാരമ്പര്യങ്ങളും ഇതിനെക്കുറിച്ച് അദ്ദേഹം പുസ്തകം എഴുതിയത്. D.D. കൊസാംബി മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയനാണ്. അപ്പോൾ ആളുകളും അവരുടെ രീതികളും അവരനുവർത്തിക്കുന്ന സമ്പ്രദായങ്ങളൊക്കെ ഇന്നലകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന് മാറ്റം വന്നിട്ടില്ലെങ്കിൽ, അപ്പോൾ മാറ്റം വരാത്ത പലതും നമുക്ക് ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഉറവിടങ്ങളും കൂടിയാണ്. ഇത് എത്രയോ ഹിസ്റ്റോറിക്കൽ ടൂൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ, അപ്പോൾ ഞങ്ങൾ ആ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഈ തോമസ് ലീഗ ഇവിടെ വന്നിട്ടുണ്ടോ നിങ്ങളെ വിശകലനം ചെയ്യാൻ ശ്രമിച്ചതെന്ന് കൂടി പറയാൻ വെച്ചിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ആളുകൾ 50 ലക്ഷം വരുന്ന ആളുകൾ തോമസ് ലീഗയിൽ നിന്ന് മാംസം സ്വീകരിച്ച് വന്നു എന്ന് പൂർവികരുടെ തുടർച്ചയാണെന്ന് പറയുന്നു. അവരുടെ വാമൊഴി പാരമ്പര്യത്തിലും പിന്നീട് ലിഖിത രൂപത്തിലും വന്ന എല്ലാ രേഖകളിലും അവർ ഇന്ന സ്ഥലങ്ങളായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറയുന്നു. അവർ ഇന്ന സ്ഥലങ്ങളിലേക്ക് പിന്നെ കുടിയേറിയെന്ന് പറയുന്നു. അത് ഞങ്ങൾ തപ്പിയെടുത്തിട്ട് അതിനകത്ത് വാസ്തവത ഉണ്ടോ, സത്യത്തിൻ്റെ അംശമുണ്ടോ, ഈ വിവരങ്ങൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ സത്യത്തിലാണ് ചെന്ന് നിൽക്കുന്നത്, ഇതെല്ലാം ഞങ്ങൾ തേടിയത്. സഭ അങ്ങേ ഏൽപ്പിച്ച ദൗത്യം ചരിത്രവും വിശ്വാസവും തമ്മിൽ എപ്രകാരം ഇഴപിരിഞ്ഞ് കിടക്കുന്നു എന്നുള്ള വലിയൊരു ദീർഘയാത്ര തന്നെയാണ്, ക്ലേശകരമായ യാത്രയാണ് അങ്ങ് നടത്തിയത്. തീർച്ചയായിട്ടും. അപ്പോൾ അടുത്തതായിട്ട് മാർ തോമാ ശ്ലീഹ കേരളത്തിൽ സന്ദർശിച്ച സ്ഥലങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ അച്ഛാ? ഈ തോമാസ് ശ്ലീഹ ഞങ്ങളുടെ ചരിത്ര ഗവേഷണത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ ഇതാണ്. ഞാൻ മാത്രമല്ല, നൂറ്റാണ്ടുകളായി ചരിത്ര ഗവേഷണം നടക്കുന്നുണ്ട്. ആ ഗവേഷണത്തിന്മേലാണ് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചവരുടെ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന്മേലുള്ള നിർമ്മാണം കൂടിയാണ്. ചിലപ്പോൾ അതിന് മാറിയിട്ടുള്ള നിർമ്മാണമാകും, ചില സമയത്ത് അത് വ്യതിരിക്തതയുണ്ടാകും. പക്ഷേ അത് തമസ്കരിച്ചിട്ടല്ല ഞങ്ങൾ മുന്നോട്ട് പോയേക്കുന്നത്, അത് പറയാൻ ആവശ്യിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറേ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പഠനങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ പഴയ ചരിത്രത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കൽ, തോമാസിയുടെ വരവിനെക്കുറിച്ചുള്ള മനസ്സിലാക്കൽ, അത് കൊടുത്ത തെറ്റിദ്ധാരണകളും കൺഫ്യൂഷൻസും ഒക്കെ ഇത് ചരിത്ര സംഭവം അല്ല എന്ന് ചിന്തിക്കുന്നതിന് പലർക്കും കാരണമായിട്ടുണ്ട്. അത് എടുത്ത് പറഞ്ഞേ പറ്റും. അപ്പോൾ ഞങ്ങൾ വളരെ ക്രിട്ടിക്കൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ രേഖകളെ വിശകലനം ചെയ്തിട്ട് ഞങ്ങൾ അപഗ്രഥിച്ചപ്പോൾ സോഴ്സുകൾ, കിട്ടാവുന്ന സോഴ്സുകളെല്ലാം അപഗ്രഥിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടൊരു കാര്യം, തോമാസ് ലീഗ ഭാരതത്തിൽ സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുന്ന ഓർമ്മകളുടെ ലോകത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്, ലിഖിത ലോകങ്ങളെക്കുറിച്ചാണ്. ഏറ്റവും ആദ്യത്തെ ലിഖിത രേഖ എന്ന് പറയുന്നത് 240 എഴുതപ്പെട്ട തോമായുടെ നടപടികൾ എന്ന പുസ്തകമാണ്. ആക്ട്സ് ഓഫ് തോമസ്, അല്ലെ ആക്ട്സ് ഓഫ് ജൂഡസ് തോമസ് എന്ന് പറഞ്ഞ കൃതി. അത് ഇവിടെ എഴുതിയതല്ല, എദേസയിൽ എഴുതിയ കൃതിയാണ്. അതാണ് തോമാസ് ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിച്ചുള്ളതിൻ്റെ ഏറ്റവും പ്രാചീനമായ ലിഖിത രൂപത്തിലുള്ള അറിവ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് തോമാസ് ലീഗ ഗൊണ്ടഫോറസ് എന്ന് പറഞ്ഞ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. അവിടെ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചിട്ട് അദ്ദേഹം ആളുകളെ മാനസാന്തരപ്പെടുത്തി എന്നുള്ളതാണ്. ഇദ്ദേഹം ഗൊണ്ടഫോറസ് കൊട്ടാരത്തിൽ വരുന്നത് ഹബാൻ എന്ന് പറയുന്ന ഒരു യഹൂദ കച്ചവടക്കാരനെ ഇസ്രായേലിലേക്ക് അയക്കുകയാണ് രാജാവ് അയച്ചിട്ട് ഒരു മരപ്പണിക്കാരനെ, കാർപ്പൻ്ററിനെ വിളിച്ചുകൊണ്ടാൻ വിടുകയാണ്. അപ്പോൾ അദ്ദേഹം ജെറുസലേമിലെത്തി. അവിടെ വന്നപ്പോൾ തോമാസ് ലീഹയാണ് കിട്ടുന്നത്. ആ തോമാസ് ലീഹ കൊണ്ടുവന്ന് കൊട്ടാരം പണിയാനായിട്ട്, ഇത് ബാക്കി ഇവിടെ നമ്മുടെ മാർഗംപള്ളി പാട്ടിനകത്തും റമ്മം പണ്ടത്തും വേറെ രൂപത്തിൽ സംഭവം വിവരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ കൊട്ടാരം പണിയാൻ ഏൽപ്പിച്ചു കാശ്. ആ കാശ് അദ്ദേഹം കൊട്ടാരം പണിതില്ല, പാവപ്പെട്ടവർക്ക് കൊടുത്തു. സഹോദരൻ മരിച്ചപ്പോൾ സഹോദരൻ മരിച്ച സ്വർഗത്തിൽ പോയി. അപ്പം സ്വപ്നത്തിൽ രാജാവ് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്,
അങ്ങ് കൊടുത്ത പണം കൊണ്ട് തോമാസ് ലീഗ ഒരു കൊട്ടാരം സ്വർഗത്തിൽ പണിതിട്ടുണ്ട്, ഭൂമി പണിതിട്ടില്ലെങ്കിലും. അതിൽ രാജാവ് വിശ്വസിക്കുകയും തോമാസ് ലീഗ കാരാഗ്രഹത്തിന് വിടുകയും ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ച് ഈ ആക്ട്സ് ഓഫ് തോമസ് എന്ന് പറയുന്ന ആ കൃതിക്കകത്ത് പറയുന്ന ഗൊണ്ടഫോറസ് എന്ന് പറഞ്ഞ രാജാവ് എവിടെയായിരുന്നു എന്നുള്ള അന്വേഷണമാണ്. ഇത് കെട്ടുകഥയാണോ അതോ സത്യമാണോ എന്ന അന്വേഷണം വഴിതെളിച്ചത്. കേരളത്തിൽ ഗൊണ്ടഫോറസ് രാജാവ് ഉണ്ടായിരുന്നില്ല, തമിഴ്നാട്ടിലും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നാൽ ആന്ധ്രയിലായിരിക്കും, കണ്ടപ്പയായിരിക്കും ഗൊണ്ടഫോറസ് എന്ന് കുറേ പേര് വിശ്വസിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുമല്ലെന്ന് മനസ്സിലായി. പക്ഷേ ഈ ഗൊണ്ടഫോറസ് എന്ന് പറഞ്ഞ രാജാവ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ജീവിച്ചിരുന്ന ഒരു രാജാവാണ്, ഇൻഡോ പാർത്തിയൻ വംശത്തിൽപ്പെട്ട രാജാവ്. അപ്പോൾ ആ രാജാവിനെ അവിടെയാണ് താമസിച്ചതെന്ന് ഇങ്ങനെ കണ്ടെത്തിയെന്ന് കൊണ്ട് പറയട്ടെ, അപ്പോഴേ കൂടുതൽ വിശദമാകുള്ളൂ. ഈ രാജാവിൻ്റെ പേരുള്ള നാണയങ്ങൾ 1834 മുതൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 190 വർഷം മുന്നും തൊട്ട് പെഷവാർ, പാകിസ്ഥാനിലെ പെഷവാർ, സിർക്കാപ്പ്, തക്ഷശില, കറാച്ചി, മധുര, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മധുര, ഈ സ്ഥലങ്ങളിൽ നിന്ന് ഗൊണ്ടഫോറസിൻ്റെ പേരിലുള്ള നാണയങ്ങൾ കണ്ടുകിട്ടി. ചിലത് ചെമ്പ് നാണയങ്ങളാണ്, ചിലത് വെള്ളി നാണയങ്ങളാണ്, ചിലതും വെള്ളി ചെമ്പുകളും കൂടി നാണയങ്ങളാണ്. അപ്പോൾ ഈ നാണയങ്ങൾ ഒരു വശത്ത് കൊടുത്തിരിക്കുന്നത് ഗൊണ്ടഫോറസാണ്. അത് വളരെ സോളിഡായിട്ട്. അപ്പോൾ 1848 റീനോഡ് എന്ന് പറയുന്ന ചരിത്രകാരൻ പറയുകയുണ്ടായി, ഈ നാണയങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഗൊണ്ടഫോറസ് തന്നെയാണ്, ഈ തോമസ് നടപടി പറയുന്നത് ഗൊണ്ടഫോറസ്. അപ്പോൾ ഈ നാണയം ഇഷ്യൂ ചെയ്ത രാജാവിൻ്റെ രാജ്യത്താണ് തോമസ് ലീഗ വന്നിരിക്കുന്നത്. അത് 1848 റെയ്നോഡ് എന്ന് പറഞ്ഞ ചരിത്രകാരൻ സ്ഥാപിക്കാൻ ശ്രമിച്ചാണ്, ഇപ്പോഴൊന്നുമല്ല, ഒത്തിരി വർഷങ്ങൾ മുന്നേ. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ നാണയങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ ആ സ്ഥലങ്ങളിൽ തോമസ് ലീഗ വന്നിട്ടുണ്ടാകാം, അങ്ങനെ ബന്ധിപ്പിച്ച് കണ്ടുകൂടെ എന്നത് പറയുന്നുണ്ട്. 1871 തോമസ് ലീഗയുടെ വരവിനെ സൂചിപ്പിക്കുന്ന മറ്റു തെളിവ് കിട്ടുകയാണ്. ആ തെളിവ് ഇതാണ്. തക്തി ബാഗി പാകിസ്ഥാനിലാണ്. ആ പഴയൊരു ബുദ്ധിസ്റ്റ് കേന്ദ്രമാണ്. അവിടെ നിന്നൊരു ശിലാലിഖിതം കിട്ടി. ആ ശിലാലിഖിതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗൊണ്ടഫോറസിൻ്റെ 26ാം ഭരണവർഷം സംവാട്ട് 300 ഈ തൂപം അല്ലെങ്കിൽ ശിലാലിഖിതം ഉയർത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മതതാല്പര്യത്തിനും അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മതനന്മയ്ക്കും വേണ്ടിയിട്ടാണ് എന്നാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ശിലാലിഖിതം. ആ ശിലാലിഖിതത്തിൽ നിന്ന് അവർക്ക് ഒന്നും കൂടെ വ്യക്തമായി കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഗൊണ്ടഫോറസിൻ്റെ ഭരണവർഷം 26 എന്ന നാട്ടപ്പെട്ട് സംവാട്ട് 300 അതുപോലെ 103-ാം വർഷം. സംവാട്ട് കാലഘട്ടം തുടങ്ങുന്നത് വിക്രം ഇറയാണ്. സംവാട്ട് തുടങ്ങുന്നത് 57 BC 57 BC നിലവിലെ ഗ്രിഗോറിയൻ കലണ്ടറിൽ നിന്ന് കുറച്ചാൽ 46 AD. അപ്പോൾ ഈ ശിലാലിഖിതം നാട്ടപ്പെട്ട് 46 AD 46 AD എന്ന് പറയുന്നത് ഈ ഗൊണ്ടഫോറസിൻ്റെ 26ാം ഭരണവർഷമാണ്. അപ്പോൾ അതുകൊണ്ട് ചരിത്രകാരന്മാർ കണ്ടെത്തിയൊരു കാര്യം ഗൊണ്ടഫോറസ് 20 AD ഭരിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. ഇത് തോമസായിട്ട് ബന്ധപ്പെടുത്തി ചരിത്രകാരന്മാർ കണ്ടതല്ല. ഇന്ത്യയിലെ സെക്യുലർ ഹിസ്റ്റോറിയൻസ് ഇൻഡോ പാർത്തിയൻ രാജാക്കന്മാരുടെ ഭരണകാലഘട്ടം നിർണ്ണയിക്കാനായിട്ട് എടുത്ത സങ്കേതമാണ്, രീതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 20 AD തൊട്ട് ഭരിച്ചിരുന്ന രാജാവാണ് ഗൊണ്ടഫോറസ് എന്നും അത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഭരിച്ചിരുന്നതെന്നും സെക്യുലർ ഹിസ്റ്റോറിയൻസ് കണ്ടെത്തിയത് ഈ കണ്ടുപിടുത്തോടു കൂടിയാണ്. അദ്ദേഹം ഈ ശിലാലിഖിതം നാട്ടുന്നത് 46 AD. അപ്പോൾ 46 AD ആ കാലഘട്ടത്തിൽ തോമസ് ലീഗ ഇവിടെ വന്നിട്ടുണ്ടാകാം. അപ്പോൾ AD 46-നോടനുബന്ധിച്ചെങ്കിലും തോമസ് ലീഗ ഇവിടെ വന്നു എന്നാണ് ചരിത്രകാരൻ ഇപ്പോൾ അനുമാനിക്കുന്നത്. 33 AD മരിച്ചതിന് ശേഷം അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തിയെന്ന്. എന്നിട്ട് 50 AD ഗൊണ്ടഫോറസ് മരിക്കുന്നത്, AD 50. അത് കുഷാന്മാരാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം, തോമസ് ലീഗ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ആദ്യം വന്നതെന്നാണ് പ്രേക്ഷകപ്പെടുത്തുന്നത്. 2, ഈ നാണയം കണ്ടെത്തിയ കറാച്ചി, പെഷവാർ, തക്ഷശില, മധുര
എന്നീ സ്ഥലങ്ങളായിരുന്നിരിക്കണം തോമസിൻ്റെ ആദ്യത്തെ പ്രേക്ഷിത പ്രവർത്തന മേഖല ഉത്തരേന്ത്യയിൽ. 3 അദ്ദേഹം വന്ന കാലഘട്ടം കൊണ്ടഫോറസ് മരിക്കുന്നതിന് മുമ്പാണ്, AD 50 മുമ്പാണ്. അപ്പോൾ 44 AD തൊട്ട് 50 AD വരെയുള്ള കാലഘട്ടമാണ്. 50 AD ജെറുസലേം കൗൺസിൽ നടക്കുന്നുണ്ട്. സഭയുടെ ഔദ്യോഗിക കാഴ്ചപ്പാട് 50 AD നടന്ന ജെറുസലേം കൗൺസിൽ എല്ലാ ശിഷ്യന്മാരും പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ തോമസ് ലീ അവിടെ ചെന്ന് കഴിഞ്ഞ് കൗൺസിലിൽ പങ്കെടുക്കുകയും അവിടെ വെച്ച് മാതാവിൻ്റെ മരണക്കിടക്കയ്ക്കരികിൽ എത്തി എന്നുള്ളതാണ്. അപ്പോൾ മാതാവിൻ്റെ സ്വർഗാരോപണത്തിന് സാക്ഷിയായിരുന്നുള്ളതാണ്. അത് സഭയുടെ ഔദ്യോഗിക കാഴ്ചപ്പാടാണ്. ഇത് ചിത്രീകരിക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ ജർമ്മനിയിൽ കൽക്കാർ പള്ളിയുടെ മരിയൻ ചാപ്പലിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലേവ് എന്ന പ്രദേശത്ത് തോമസ് ലീയെ ഒരു കൊട്ടയ്ക്കകത്ത് മാതാവ് കൊണ്ടുവന്നുമല്ലേ കൊടുത്തിരിക്കുന്നത്. മാതാവ് മരണക്കിടയ്ക്ക് കിടക്കും. മറ്റെല്ലാ 15 ശിഷ്യന്മാരുണ്ട്. തോമസ് ലീ അവസാനം എത്തണേ. ഈ മാലാഖ ഒരു കൊട്ടയ്ക്കകത്ത് തോമസ് ലീ അവിടെ കൊണ്ട് ഇറക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് AD 50 ജെറുസലേം കൗൺസിലിൽ അല്ലെങ്കിൽ പങ്കെടുക്കാൻ അദ്ദേഹം വീണ്ടും ജെറുസലേമിൽ പോയി എന്നും ജെറുസലേം കൗൺസിലിൽ പങ്കെടുത്തതിന് ശേഷം തോമസ് ലീ വീണ്ടും തിരിച്ചു വന്നു. അതാണ് AD 52 കേരളത്തിലേക്ക് വന്നത്. അപ്പോൾ ഈ നമ്മൾ തോമസ് ലീയുടെ വരവിനെക്കുറിച്ച് പറയുമ്പോഴും ഭാരതത്തിലെ പ്രേക്ഷിതത്തെക്കുറിച്ച് പറയുമ്പോഴും 2 തരം പ്രേക്ഷിത യാത്രയുണ്ട്. ഒന്ന് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള യാത്ര, അത് AD 44 മുതൽ AD 50 വരെ കാലഘട്ടം. അത് കുഷാൻ രാജാക്കന്മാർ ഭരിക്കുന്നതിന് മുമ്പ് AD 50 കുഷാൻ രാജാക്കന്മാരെ ഭരിക്കുന്നത്. കൊണ്ടഫോറസ് മരിച്ചതിന് അതെല്ലാം രേഖകളുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം ജെറുസലേമിൽ പോയി. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം പിന്നീട് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കപ്പലുകളിലൊന്നിൽ കേരളത്തിലേക്ക് വന്നു എന്നുള്ളത്. ഇതാണ് ആദ്യത്തെ ഒരു ചിത്രം. അപ്പം തോമസ് ലീയുടെ പാരമ്പര്യപ്പെട്ട സ്ഥലങ്ങളാണ് യദേസ തൊട്ടുള്ള സ്ഥലങ്ങളെല്ലാം. തോമസ് ലീയുടെ ശിഷ്യനായ മറധായി തുടങ്ങിയ ക്രൈസ്തവ കൂട്ടായ്മയാണ് യദേസയിലുള്ളത്. അതായത് ശിഷ്യനായി മാറി തുടങ്ങിയ ക്രൈസ്തവ കൂട്ടായ്മയാണ് ഈ യദേസയുടെ കിഴക്ക് ഭാഗത്തുള്ള നിസിബീസ് തുടങ്ങിയ യൂഫ്രട്ടീസ് നദീ തീരങ്ങളുള്ള ക്രൈസ്തവ കൂട്ടായ്മകളെല്ലാം. അപ്പോൾ അവിടെ തൊട്ട് കേരളം വരെ നീണ്ടു കിടക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കിഴക്ക് ഭാഗം വരെ നീണ്ടു കിടക്കുന്ന വലിയൊരു ക്രൈസ്തവ കൂട്ടായ്മയിൽ ഒരേ തോമസൈൻ ട്രഡീഷനും പാരമ്പര്യം കിടക്കണേ. അപ്പോൾ ഈ പാരമ്പര്യത്തിൻ്റെ കണ്ടിന്യൂവിറ്റിയും അതിനുള്ളിലുള്ള ഒരു ഏകീകൃത ഭാവം കൊണ്ടാണ് ഈ എഴുതപ്പെട്ട ചരിത്ര വിവരങ്ങൾ സത്യമാണെന്ന് തന്നെ വിശ്വസിക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിസ്കണക്റ്റഡ് ജിയോഗ്രഫികളല്ല. ഈ ജിയോഗ്രഫിയിൽ ഒരേ പാരമ്പര്യം, ഒരേ പൈതൃകം, തോമസിനോട് ബന്ധപ്പെട്ട പാരമ്പര്യം സാധിക്കുന്നു. അതിൻ്റെ വിളിച്ച് നമ്മൾ കാണണ്ടേ. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രേക്ഷിത പ്രവർത്തനം കഴിഞ്ഞിട്ട് 2ാമത്തെ പ്രേക്ഷിത ദൗത്യമായിട്ടാണ് കേരളത്തിലേക്ക് അദ്ദേഹം വന്നത്. ആദ്യം ആ വടക്ക് പടിഞ്ഞാറൻ ക്രൈസ്തവ സഭയ്ക്ക് എന്ത് സംഭവിച്ചു വെച്ചാൽ പിന്നീട് നമ്മൾ ഈ ക്രൈസ്തവ കൂട്ടായ്മയിൽ കുറച്ച് നിലനിന്നിട്ടുണ്ടാകണം. കാരണം തോമസ് ലീ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് ഒന്നീ കടൽ വഴിയാകാം, അല്ലെങ്കിൽ കരവഴിയാകാം. കരവഴി അന്ന് ജെറുസലേമിന് ഈ ഭാഗത്ത് ബന്ധിപ്പിക്കുന്ന ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ പേര് സിൽക്ക് റൂട്ട് എന്നാണ്. റോമിൽ നിന്ന് ആരംഭിച്ച് കച്ചവടം നടക്കുന്നത്. അന്ത്യോക്ക് വഴി അത് വന്നിട്ട് എഗ്ബത്താന കൂടി, അതായത് സെലൂസിയ ടെസിഫോൺ, സെലൂസിയ എന്ന് പറയുന്ന ഗ്രീക്ക് സിറ്റിയും ടെസിഫോൺ എന്ന് പറയുന്ന പാർത്തിയൻ സിറ്റിയും കടന്ന് എഗ്ബത്താന കടന്ന് മേർവി വന്നിട്ട് ഖൊറാസാൻ നദി കടന്നിട്ട് പോവുകയാണ്, ഓക്സസ് നദി കടന്നിട്ട് പോവുകയാണ് ചൈന വരെ. സിൽക്ക് വേണ്ടി പോകുന്ന വഴിയാണ്. ഈ വഴിയാണ് ഈ പ്രദേശങ്ങളെല്ലാം ബന്ധിപ്പിക്കുന്ന വഴി. ഈ വഴി പണ്ട് 326 BC അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യ ആക്രമിക്കാൻ വരെ ഉപയോഗിച്ച പാതയാണ്. അപ്പോൾ ഈ പാതയിലൂടെ തുടർച്ചയായിട്ടുള്ള ആൾ സഞ്ചാരമുണ്ട്. അപ്പോൾ തോമസ് ലീ വന്നിട്ട് ചിലപ്പം ഈ സിൽക്ക് റൂട്ടിൽ കൂടെ ആകാം, അല്ലെങ്കിൽ കടൽ വഴിക്കും ആകാം. കേരളത്തിലേക്ക് വന്നപ്പോഴുള്ള കടൽ വഴി ഞാൻ പിന്നീട് വിശദീകരിച്ചു കൊള്ളാം. ഞാൻ സൂചിപ്പിച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രദേശം ക്രൈസ്തവ കൂട്ടായ്മയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം മീദിയ, പാർത്തിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പെന്തക്കോസ്ത തിരുനാളിന് യഹൂദർ ജെറുസലേമിലുണ്ടായിരുന്നു. അപ്പോസ്റ്റൽസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ അറിയാത്ത സ്ഥലങ്ങളല്ല എന്ന് പറഞ്ഞാൽ കൊണ്ടഫോറസ് ഭരിച്ചതിന് അടുത്ത സ്ഥലമാണ് പാർത്തിയ, മീദിയ എന്നൊക്കെ പറയുന്നത്. അതിനടുത്ത് എല്ലാ ആൾക്കാർ പെന്തക്കോസ്ത തിരുനാളിനുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ യഹൂദ സാന്നിധ്യമുണ്ട്, ക്രൈസ്തവ സാന്നിധ്യം പതുക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങൾ പിന്നീട് നമ്മളൊരു 326 കൂടി കാണുമ്പോൾ ഇതിനടുത്ത് രൂപതകളുണ്ടാകുന്നുണ്ട്. മേർവിലുണ്ടാകുന്നുണ്ട്, ഖൊറാസാനിലുണ്ടാകുന്നുണ്ട്. ഈ രൂപതകളെല്ലാം തോമസ് ലീ ആദ്യം സുവിശേഷം പ്രസംഗിച്ച
ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോട് ചേർന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ പക്ഷേ ക്രമേണ ഈ ക്രൈസ്തവർ അപ്രത്യക്ഷമാവുകയാണ്. 8-9 നൂറ്റാണ്ടോടി ഇസ്ലാമിക ആക്രമണത്തോടു കൂടി ഒന്നേത് ഇസ്ലാമീകരിക്കപ്പെട്ടു പോയി, മുസ്ലിംസായി, അല്ലെങ്കിൽ അവർ ബുദ്ധിസ്റ്റ് സാന്നിധ്യമാണ് കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. ബുദ്ധമത സ്വാധീനത്തിൽപ്പെട്ടു പോയി കാണും. ഏതായാലും കൂടുതൽ ഇസ്ലാമീകരിക്കപ്പെടാൻ സാധ്യത മുഹമ്മദ് ഗോറി, മുഹമ്മദ് ഗസ്നിയുടെ ഒക്കെ ആക്രമണ കാലഘട്ടങ്ങളിലൊക്കെ അവിടെ ക്രൈസ്തവ സാന്നിധ്യം ഒന്നുമില്ലാത്ത വിധത്തിൽ പോവുകയുണ്ടായി. പക്ഷേ എന്നാൽ അടയാളങ്ങൾ ചില ഭാഗങ്ങളുണ്ട്. തക്ഷശൈലയിൽ നിന്ന് കിട്ടിയൊരു കുരിശ് 1932 കിട്ടിയ കുരിശാണ്. അത് സിർക്കാബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്. ആ കുരിശൊക്കെ പഴയ ക്രൈസ്തവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് നിൽക്കുന്നതാണ്. അപ്പം മാഞ്ഞു പോയെങ്കിലും മായാതെ ക്രൈസ്തവരുടെ അടയാളങ്ങൾ ചിലത് ആ ഭാഗത്ത് കിടപ്പുണ്ട്. കാലത്തിന് മായ്ച്ചു കളിക്കാൻ സാധിക്കില്ല. തെക്കേ ഇന്ത്യയിൽ തോമസ് ലീഗ വന്ന സ്ഥലങ്ങളെക്കുറിച്ച്. തെക്കേ ഇന്ത്യയിൽ തോമസ് ലീഗ വന്നത് ഈ ഒരു വർഷം 120 കപ്പലാണ് ഇന്ത്യയിലേക്ക് റോമിൽ നിന്ന് വരുന്നത്. റോമിൽ നിന്നല്ല വരുന്നത്, കച്ചവടമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ തോമസ് ഇവിടുന്ന് റോമ സാമ്രാജ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ പലസ്തീന ജെറുസലേമിൽ നിന്നൊക്കെ വന്നാലും അലക്സാണ്ട്രിയ വന്നു. അലക്സാണ്ട്രിയക്കോടെ നൈൽ നദി വരെ കോപ്റ്റോസ് എന്ന് പറയുന്ന തലസ്ഥാനം അന്ന് രാജാക്കന്മാരുടെ നൈൽ ഗ്രീക്ക് ഈജിപ്തിൻ്റെ തലസ്ഥാനം കോപ്റ്റോസാണ്, ഗ്രീക്ക് ഈജിപ്തിൻ്റെ. അവിടെ നിന്ന് മരുഭൂമി കടന്ന് വേണം ചെങ്കടലിലെത്താൻ. അപ്പോൾ കടന്നു വന്നിട്ട് 2 പ്രമുഖ തുറമുഖങ്ങളാണുള്ളത്. ഒന്ന് മ്യോസ് ഹോർമോസ് അല്ലെങ്കിൽ ബെർണിക്ക്. അവിടെ നിന്ന് ബാബേൽ മൻഡബ് യമൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് 120 കപ്പലാണ്, ബാബേൽ മൻഡബിൽ നിന്ന് 120 കപ്പലാണ് ഇന്ത്യയിലേക്ക് വരിക. അതിൽ പകുതി കപ്പൽ കേരളത്തിലേക്ക് വന്നത്. അന്ന് കേരളം അറിയപ്പെടുന്നത് ലിംറിക്ക് എന്ന് പറയുന്ന പേരില്ല. വടക്കേ ഇന്ത്യയിലേക്ക് ബാക്കി പകുതി, അത് ആര്യവർത്തം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഈ ലിംറിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു വർഷം 60 കപ്പലുകളും വരുന്നുണ്ട്. അപ്പോൾ ഈ കപ്പലുകൾ ഏതെങ്കിലുമായിരിക്കും തോമസ് ലീഗ വന്നിട്ടുണ്ടാവുക. അപ്പോൾ 1599 എഴുതി 1603 പബ്ലിഷ് ചെയ്ത ജൊണ്ണാതയ്ക്കകത്ത് പറയണത് തോമസ് ലീഗ സൊക്കോത്രയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു എന്നാണ്. അപ്പോൾ ഏതായാലും തോമസ് ലീഗ തിരിച്ചിട്ട് പേർഷ്യൻ ഗൾഫിൽ വന്ന് സൊക്കോത്ര വന്നിട്ട് സൊക്കോത്ര എന്ന് വരാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അലക്സാണ്ട്രിയ പോയിട്ട് അലക്സാണ്ട്രിയ കൂടിയിട്ട് ബാബേൽ മൻഡബി വന്ന് സൊക്കോത്രയിൽ എത്തിയിട്ട് സൊക്കോത്രയിൽ നിന്ന് കേരളത്തിലേക്ക് വരാം. അപ്പോൾ കേരളത്തിലേക്ക് വന്നത് AD 52 പൊതുവെ എല്ലാ കൃതികളിലും പറയുക. പക്ഷേ റമ്പാൻ പാട്ടി പറയുന്നത് 50 ധനുവിലെത്തി എന്നുള്ളതാണ്. അപ്പോൾ 2 വർഷത്തെ വ്യത്യാസമാണ്, നമുക്കത് അറിഞ്ഞുകൂടെ സത്യം ഏതാണെന്നുള്ളത്. പക്ഷേ കാരണം ഈ കലണ്ടറുകൾ എപ്പോഴും മാറിക്കൊണ്ടായിരുന്നു. നമുക്ക് പണ്ടുണ്ടായിരുന്ന കലണ്ടർ ഇവിടെയൊക്കെ ജൂലിയൻ കലണ്ടറാണ് ഉണ്ടായിരുന്നത്. 1582 അത് ഗ്രിഗോറിയൻ കലണ്ടറായി. ഏത് കലണ്ടറിൻ്റെ റെക്കണിങ് വെച്ചാണ് ഇത് ഈ വർഷം വ്യത്യാസമുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മൾ വ്യത്യാസമുണ്ടൊക്കെ അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ AD 52 നിന്നാണ് മാർഗംകളിപ്പാട്ടും മറ്റെല്ലാം തോമാപ്പുറവും മറ്റെല്ലാം പറയുക. മറ്റ് രേഖകളെല്ലാം പറയുന്നത് AD 52 എന്നാണ്. AD 52 വന്നു കൊടുങ്ങല്ലൂർ വന്ന് ഇറങ്ങി എന്നുള്ളതാണ് വാമൊഴി പാരമ്പര്യവും ലിഖിത പാരമ്പര്യമൊക്കെ ഉള്ളത് പോർട്ടീസാർ വരുന്ന ശേഷമുള്ളതും. പിന്നെ മാർഗംകളിപ്പാട്ടും പിന്നെ തോമാപ്പറവും പിന്നെ റമ്പാൻ പാട്ടുമാണ്. ഈ പാട്ടുകളെല്ലാം പറയുന്നത് തോമസ് ലീഗ കൊടുങ്ങല്ലൂർ വന്നിറങ്ങി എന്നുള്ളത്. മുസൂരീസ്. അപ്പോൾ ഇതിന് നമ്മൾ തോമസ് ലീഗയുടെ വരവും ഈ റോമ കച്ചവട ബന്ധങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചാലേ പിടി കിട്ടുള്ളൂ. കാരണം റോമ കച്ചവടക്കാർ വരുന്നത് ശൂന്യതയിലേക്കല്ല, അവർക്കെല്ലാം വേണ്ടത് കുരുമുളകാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ചരക്കന്ന് കുരുമുളകുള്ളൂ. കുരുമുളക് അന്ന് മരുന്നാണ്. വേറെ എല്ലാ മരുന്നിനും എല്ലാ ചികിത്സയ്ക്കും അവിർഭാജ്യ ഘടകം കുരുമുളകാണ്. 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ട് രേഖകളിലെല്ലാം പറയുന്നത് 30-40 ഇനം ചികിത്സാ വിധികൾക്ക് കുരുമുളകും ചുക്കും അവിർഭാജ്യ ഘടകമായിട്ട് പറയാം. പാശ്ചാത്യം പൗരസ്ത്യവും എല്ലാതെ ചൈനയിലും അതെ, ചൈനയിലൊക്കെ പേർഷ്യയിലും അതെ. കാരണം ഏറ്റവും കാരണം മറ്റ് മെഡിസിനൊന്നുമില്ല. ഇപ്പോൾ ഇത് തന്നെയല്ല മരുന്ന്, പല കൂട്ടുകളും അവിർഭാജ്യ ഘടകമാണ്. അപ്പോൾ അന്ന് കുരുമുളക് ഉൽപ്പാദിക്കുന്ന ഏക രാജ്യം ഏക പ്രദേശം കേരളമാണ്. മംഗലാപുരം പോലും അന്ന് കുരുമുളകായിട്ടില്ല. ജാവ അല്ലെങ്കിൽ വിയറ്റ്നാം തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലും കുരുമുളകായിട്ടില്ല. ബ്രസീലായിട്ടില്ല. അതൊക്കെ പിന്നീട് വരുന്നത് 14ാം നൂറ്റാണ്ടോടെ വരിക. അന്ന് കുരുമുളക് കിട്ടുന്ന ഏക സ്ഥലം കേരളമാണ്. അപ്പോൾ കേരളത്തിൽ വരുന്ന കുരുമുളകിന് വേണ്ടിയിട്ടാണ്.
അപ്പം 150 AD ഒരു കച്ചവട ലോൺ ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്. ആ ഉടമ്പടി മുസൂരിസ്, അത് കുടുംബത്തെ കുറിച്ച് കുറച്ചുകൂടി പറഞ്ഞ് മുസൂരിസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു. മുസൂരിസിൽ നിന്ന് അലക്സാണ്ട്രിയ വരെ കുരുമുളക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉടമ്പടിയാണ്. അത് 2 കച്ചവടക്കാർ തമ്മിലാണ്. ആ കച്ചവടക്കാരിൽ ഒരാൾ മറ്റുള്ള കച്ചവടക്കാർ ലോൺ എടുത്ത് അലക്സാണ്ട്രിയ ചരക്ക് എത്തിക്കുന്നതായിട്ടാണ് അതിൻ്റെയൊക്കെ രേഖകളുണ്ട്. അത് 985 വിയന്നയിൽ നിന്ന് കണ്ടെത്തിയ രേഖയാണ്. അപ്പോൾ അത് ഹെർമപ്പോലുള്ള കപ്പലിനകത്ത് 88.64% കുരുമുളകാണെന്ന് ഫ്രെഡറിക് റൊമാനിസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് 70 മില്യൺ ഡെനാറിയുടെ മൂല്യമുള്ള കുരുമുളക് പോയിരുന്നത്. അപ്പോൾ ആ കുരുമുളക് കച്ചവടം നടക്കുന്ന പ്രദേശം കൂടി ചേർന്നാണ് തോമാസ് ലീഹയുടെ സുവിശേഷ പ്രസംഗം നടന്ന കേരളത്തിലെ സ്ഥലങ്ങൾ. അച്ഛൻ വളരെ വിജ്ഞാനപ്രദമായ ഒരു ടോക്കിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. തോമാസ് ലീഹ കേരളത്തിൽ വന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള സന്ദേഹങ്ങൾ, അതിൻ്റെ ചരിത്രരേഖകൾ, തെളിവുകൾ, ഇത്രയധികം വസ്തുതകൾ അച്ഛൻ അനായാസമായി പ്രേക്ഷകർക്കായി പകർന്നു നൽകുകയായിരുന്നു. വളരെയധികം നന്ദി അച്ഛ. കഴിഞ്ഞ സെൻറ്റ് തോമസ് ഡേയിൽ പ്രസിദ്ധീകൃതമായ ദ അപ്പസ്തലേറ്റ് ഓഫ് സെൻറ്റ് തോമസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി വളരെ വിജ്ഞാനപ്രദമായ ഒരു എപ്പിസോഡാണ് ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ അച്ഛൻ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചത്. ഇവിടെ എത്തിച്ചേർന്ന് പ്രേക്ഷകർക്കായി ചരിത്രരേഖകളും നമ്മുടെ വിശ്വാസ സത്യങ്ങളും എല്ലാം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ ഇത്രയും വിവരങ്ങൾ ഒന്നിച്ച് നമുക്ക് പകർന്നു തന്ന അച്ഛന് പ്രത്യേകം നന്ദി. ഈ പരമ്പര ഭാരതസഭയും തോമാസ് ലീഹായും എന്ന ഈ പരമ്പര തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി. അച്ഛന് പ്രത്യേകം നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.